മലയാളം ബിഗ് ബോസ് സീസൺ 6ൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീതുവും റസ്മിനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ സംസാരിക്കുന്ന അർജുനെ പറ്റിയാണ്. അർജുൻ ഇന്നലെ കരഞ്ഞ സംഭവത്തിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ കയ്യിലൊരു മോതിരം ഉണ്ടായിരുന്നു. പെട്ടെന്ന് അവൻ്റെ അമ്മേനെക്കുറിച്ച് ഓർമ്മ വന്നതുകൊണ്ടാണ് അവന് കരച്ചിൽ വന്നത് എന്നാണ് നമ്മുടെ റസ്മിനും അതേപോലെ തന്നെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അർജുനും അത് തന്നെയാണ് പറഞ്ഞിരുന്നത്. ആ സമയത്ത് റസ്മിൻ ശ്രീതുവിനോട് പറയുന്നുണ്ട്, അവൻ ആ പ്രശ്നം മാത്രമല്ല, അവന് വേറൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. അവൻ എന്നോട് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ബിഗ് ബോസിൽ ഇവിടെ ഓരോരുത്തരും വ്യക്തിപരമായി കളിക്കാൻ വന്നതാണ്. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തി നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളോട് സംസാരിക്കണമെന്ന് ഇല്ലാലേ റസ്മിൻ. അതെനിക്ക് ഭയങ്കര സങ്കടമാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ശ്രീതു ചോദിക്കുന്നുണ്ട്, ആരെക്കുറിച്ചാണ്, എന്നെക്കുറിച്ചാണോ അവൻ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. നിന്നെക്കുറിച്ചൊന്നുമല്ല പറഞ്ഞത്, അവൻ പൊതുവേ അങ്ങനെ പറഞ്ഞതാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അർജുൻ ആ വഴി പോകുന്നത്. പക്ഷേ ശ്രീതുവിനെ നോക്കുക, മൈൻഡാക്കി, അവരെ നോക്കുക, മൈൻഡാക്കാതെ ഒന്നും ചെയ്യാതെയാണ് അവൻ അകത്തേക്ക് കയറി പോകുന്നത്. ഇന്നലെ രാത്രി ശ്രീതു സംസാരിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഉറക്കം വരുന്നുണ്ട് എന്ന് പറഞ്ഞ് വേഗം തന്നെ ശ്രീതുവിനെ അവോയ്ഡ് ചെയ്ത് വേഗം തന്നെ കിടക്കാൻ പോകുന്നുണ്ട്. ആ സമയത്താണ് മൈൻഡാക്കാതെ പോയത് കൊണ്ട് നമ്മുടെ ശ്രീതു റസ്മിനോട് പറയുന്നുണ്ട്, അവനോട് പറഞ്ഞേക്ക്, ഞാൻ നന്നായി ആലോചിച്ചിട്ട് ആ കാര്യത്തിനോട് തീരുമാനം പറയാമെന്ന് പറഞ്ഞേക്കുന്നു. അപ്പോൾ റസ്മിൻ ചോദിക്കുന്നുണ്ട്, ഏത് കാര്യമായിട്ട് നീ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് അർജുനറിയാം, അത് അർജുനോട് നീ പോയി പറഞ്ഞാൽ മതിയെന്ന് നമ്മുടെ ശ്രീതു പറയുന്നുണ്ട്. എന്താണ് എന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ചെയ്യണം. 2 ദിവസമായിട്ട് നമ്മുടെ അർജുന് ശ്രീതുവിനോട് അത് അധികം മിണ്ടുന്നില്ല. ഇനിയിപ്പോൾ അർജുൻ പ്രണയം തുറന്ന് പറഞ്ഞതാണോ എന്നൊന്നും നമുക്കറിയില്ല. എല്ലാം ഒരു ഊഹാപോഹത്തിൽ വെച്ച് പറയാം നമുക്ക്. എന്നാണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം. ശ്രീതു ആലോചിച്ച് പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ തീരുമാനം എന്താണെന്ന് നമുക്ക് ലൈവ് കണ്ട് തന്നെ മനസ്സിലാക്കാം. കാരണം ഇവർ കോഡ് ഭാഷയാണ് പകുതിയും ഉപയോഗിക്കുന്നത്. കാരണം ഇവർ മറ്റുള്ളവരെ പോലെയല്ല, എല്ലാവരും അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലോ. എല്ലാം കുറച്ചൊക്കെ ക്യാമറേനെ ഒളിച്ചും മറിച്ചും ഓരോ കോഡ് ഭാഷയൊക്കെ ഉപയോഗിച്ചത്. അതുകൊണ്ട് നമുക്ക് ഫുള്ള് കണക്ട് ചെയ്ത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. എന്നാലും നമുക്ക് കാത്തിരിക്കാം. ഇനി ഇവർ പ്രണയത്തിലാണോ, പ്രണയിക്കാൻ പോവുകയാണോ, പ്രണയത്തിന് സമ്മതം മൂളാൻ പോവുകയാണോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ചെയ്യാം.